ഹായ് ഗൈസ്. ഹായ് ഫ്രണ്ട്സ്, ഒരു യാത്ര പോവുകയാണ്. എറണാകുളത്തേക്കാണ് യാത്ര. വർക്കല ശിവഗിരിയിൽ നിന്ന് രാവിലെ 6:45 പരശുറാം എക്സ്പ്രസ്സിൽ എറണാകുളം ടൗണിലേക്ക് തിരിക്കും. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് നടത്തുന്ന 2 ഡേ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആൻഡ് കൊളോക്യം പ്രോഗ്രാമിന് ഒരു പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എറണാകുളത്തേക്ക് തിരിച്ചത്. എറണാകുളം ടൗണിൽ നിന്ന് ഒരു ഓട്ടോയിൽ ഞാൻ റൂം ബുക്ക് ചെയ്തിരിക്കുന്ന റീച്ച് റെസിഡൻസി എന്നതിലേക്ക് ഞാൻ എത്തി. റീച്ച് റെസിഡൻസിയിൽ ചെന്ന് എൻ്റെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഒന്ന് ഉറങ്ങി ഫ്രഷായി എഴുന്നേറ്റപ്പോൾ ഏതാണ്ട് 2 മണിയായി. യഥാർത്ഥത്തിൽ സെമിനാറിന് ഒരു ദിവസം മുമ്പാണ് ഞാൻ എറണാകുളത്ത് എത്തിയത്. അതുകൊണ്ട് തന്നെ എറണാകുളം സിറ്റിയൊക്കെ വന്ന് കാണാം എന്ന് കരുതി ഞാൻ ഇറങ്ങി. ഒരു ബസ് കിട്ടി, ആ ബസ്സിൽ കയറി യാത്ര തുടർന്നു. യഥാർത്ഥത്തിൽ ഒരു പ്ലാനുമില്ലാത്ത യാത്രയാണ്. എങ്ങോട്ട് പോകണമെന്നറിയില്ല. വെറുതെ ഒരു ടൈം കിട്ടിയത് കൊണ്ട് ഞാനൊന്ന് കറങ്ങാനായിട്ട് തീരുമാനിച്ചതാണ്. ആ ബസ്സിൽ കയറി ഞാൻ കല്ലൂരിലെത്തി. കല്ലൂരിൽ നിന്ന് വൈറ്റില ഹബ്ബിലേക്ക് ഒരു ബസ് കിട്ടി. അങ്ങനെ കല്ലൂരിൽ നിന്ന് വൈറ്റില ഹബ്ബിലേക്ക് ഞാൻ ബസ്സിൽ പോവുകയാണ്. ബസ്സിൽ നിന്ന് നോക്കുമ്പോൾ കാണാം നല്ല കാർമേഘം ഇരുണ്ട് കൂടിയിട്ടുണ്ട്. നല്ല മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് ഒടുവിൽ വൈറ്റില ഹബ്ബിലെത്തി. വൈറ്റില ഹബ്ബ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് വൈറ്റില ഹബ്ബ് കാണുന്നത്. ഇനി എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അവിടത്തേക്ക് തൃശ്ശൂർ വഴി കോയമ്പത്തൂരേക്ക് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് കണ്ടുമുട്ടിയത്. പെട്ടെന്നൊരു ഐഡിയ തോന്നി. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലൊന്ന് പോകണമെന്ന്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഈ ബസ്സിൽ കയറി ഞാൻ തൃശ്ശൂരിലേക്ക് ടിക്കറ്റ് എടുത്തു. പോകുന്ന വഴി റോഡിൽ ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലായി. അതോടൊപ്പം നല്ല മഴയുമുണ്ട്. പക്ഷേ യാത്ര തുടരുക തന്നെ ചെയ്തു. ചാലക്കുടി ഡിപ്പോയിലെത്തിയ KSRTC ബസ് ഡീസൽ നിറയ്ക്കാനായിട്ട് പമ്പിലേക്ക് പോയി. ഡീസൽ നിറച്ച ശേഷം യാത്ര വീണ്ടും തുടർന്നു. തൃശ്ശൂരിൽ നിന്ന് ഒരു ഓട്ടോ ചേട്ടനെ കൈ കാണിച്ച് 30 രൂപ കൊടുത്ത് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഇറങ്ങി. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഏതാണ്ട് രാത്രി 7:30 കഴിഞ്ഞു. വന്നത് വളരെ വൈകിയായതുകൊണ്ട് വളരെ പെട്ടെന്ന് ക്ഷേത്രത്തിൽ കയറി ദർശനം നടത്തണം, അല്ലെങ്കിൽ ചിലപ്പോൾ അമ്പലം അടച്ചു പോയാലോ. പെട്ടെന്ന് ദർശനം നടത്തി ഞാൻ ഇറങ്ങി. കാരണം ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് തിരിച്ച് റൂമിലേക്ക് എത്താൻ. അങ്ങനെ വടക്കുംനാഥ ക്ഷേത്രത്തെ കണ്ട് ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് യാത്ര തിരിച്ചു. ഒരു ഓട്ടോ ചേട്ടനെ കൈ കാണിച്ചു. ഓട്ടോയിൽ ഞാൻ തൃശ്ശൂർ KSRTC ഡിപ്പോയിലേക്ക് എത്തി. തൃശ്ശൂരിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് കിട്ടി. ആ സൂപ്പർ ഫാസ്റ്റിൽ കയറി സീറ്റ് ഉറപ്പിച്ചു. ടിക്കറ്റ് എടുത്തു. എറണാകുളം ബസ് സ്റ്റേഷനിലേക്ക് യാത്ര തുടർന്നു. ബസ്സിൽ കയറുന്നതിന് മുമ്പേ ഭക്ഷണം കഴിച്ചിരുന്നു. അതുകൊണ്ട് പിന്നെ ഭക്ഷണം കഴിക്കേണ്ടി വന്നില്ല. ബസ് ഏതാണ്ട് 1 മണിയായി എറണാകുളം ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ. അവിടെ നിന്ന് ഞാൻ എൻ്റെ റൂമിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി. യാത്രാക്ഷീണം കൊണ്ടും സമയമില്ലാത്തതുകൊണ്ടും ഞാൻ ഒന്ന് മയങ്ങി. രണ്ടാമത്തെ ദിവസം, അതായത് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആൻഡ് കൊളോക്യം എന്ന പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ദിവസം ഞാൻ നേരത്തെ എഴുന്നേറ്റു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി പുറത്തേക്ക് പോകാനുള്ളതിനാൽ ഞാനൊന്ന് ഫ്രഷ് ആവാൻ തീരുമാനിച്ചു.
ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ പുറത്ത് ഹോട്ടലിലേക്ക് പോവുകയാണ്. അങ്ങനെ നടന്ന് ഹോട്ടലിലേക്ക് എത്തി. ഹോട്ടലിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അപ്പവും മുട്ടക്കറിയും കഴിച്ചു. തിരിച്ച് ഞാൻ റൂമിലേക്ക് പോയി. റൂമിലേക്ക് പോയി റെഡിയായതിനു ശേഷം ഞാൻ പോയത് എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനിലേക്കാണ്. എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. 40 രൂപയാണ് കൊച്ചി മെട്രോയിലെ ടിക്കറ്റ് ചാർജ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് തൊട്ടടുത്ത് തന്നെയാണ് കുസാറ്റിൻ്റെ ക്യാമ്പസ്. ഞാൻ അവിടെ നിന്ന് നടന്നും കുസാറ്റിൻ്റെ ക്യാമ്പസിലേക്ക് പോയി. രജിസ്ട്രേഷൻ ഡെസ്കിൽ നിന്ന് വെൽക്കം കിറ്റ് കിട്ടി. വെൽക്കം കിറ്റിനോടൊപ്പം ഒരു ഫ്ലാസ്ക് കൂടി ഉണ്ടായിരുന്നു. അതെനിക്ക് വളരെ സന്തോഷമായി. അത് കഴിഞ്ഞ് നേരെ സെമിനാർ ഹാളിലേക്ക് ചെന്നു. അവിടെ ഇനാഗുറൽ പ്രോഗ്രാം നടക്കുകയാണ്. ഇനാഗുറൽ പ്രോഗ്രാം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട കുസാറ്റ് വൈസ് ചാൻസലർ സാറിൻ്റെ സ്പീച്ചും കേട്ടു. ആ ദിവസം ആ സെമിനാർ ഹാളിൽ സ്പെൻഡ് ചെയ്തു. Respectable faculties, respectable dignitaries, and തിരിച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എറണാകുളം സൗത്തിലേക്ക് യാത്ര തിരിച്ചു. എറണാകുളം സൗത്തിൽ നിന്ന് റെസിഡൻസിലേക്ക് ഇത്തവണ നടന്നാണ് പോയത്. നടന്നു പോയപ്പോൾ സ്ക്രീനിൽ നിന്ന് മനസ്സിലായി നിയുക്ത മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സാറാണെന്ന് മനസ്സിലായി. ഇൻ്റർനാഷണൽ കോൺഫറൻസിൻ്റെ രണ്ടാമത്തെ ദിവസം, അതായത് യാത്രയുടെ 3-ാമത്തെ ദിവസം ആണ് എൻ്റെ പേപ്പർ പ്രസൻറ്റേഷൻ ഉള്ളത്. ഫിനാൻസ് സ്ട്രീമിലാണ് എൻ്റെ പേപ്പർ പ്രസൻറ്റേഷൻ. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റു, ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, തിരിച്ച് റൂമിലേക്ക് വന്നു. ഇന്ന് തന്നെയാണ് റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യേണ്ടതും. അതെല്ലാം പാക്ക് ചെയ്തതിന് ശേഷം ലാപ്ടോപ്പിൽ സ്ലൈഡ് ഒന്ന് വായിച്ചു നോക്കി. ജസ്റ്റ് ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസാനവട്ട ശ്രമങ്ങൾ. ഈ പേപ്പർ പ്രസൻറ്റേഷന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം എൻ്റെ ഗവേഷണ കാലയളവ് തീരുന്നതിന് മുമ്പുള്ള അവസാനത്തെ പേപ്പർ പ്രസൻറ്റേഷനാണ്. ആവശ്യത്തിന് പേപ്പർ പ്രസൻറ്റേഷൻസും ആവശ്യത്തിന് പബ്ലിക്കേഷനും ഉണ്ട് എങ്കിലും എൻ്റെ സബ്ജക്റ്റ് ഏരിയയിൽ എനിക്ക് ഒരു പ്രസൻറ്റേഷൻ കൂടി ആവശ്യമായി ഉണ്ടായിരുന്നു. റീച്ച് റെസിഡൻസിയിലെ എൻ്റെ 316-ാം നമ്പർ ഞാൻ ചെക്കൗട്ട് ചെയ്തു. ഞാൻ എറണാകുളം സൗത്തിലേക്ക് ചെന്നു. എറണാകുളം സൗത്തിൽ നിന്ന് മെട്രോയിൽ കയറി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. പേപ്പർ പ്രസൻറ്റേഷൻ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് റൗൾ എൻ്റേതാണ്. എൻ്റെ പേര് വിളിച്ചു. ഞാൻ അവിടെ എൻ്റെ പേപ്പർ പ്രസൻറ്റ് ചെയ്തു. ഫിനാൻസ് സ്ട്രീമിലുള്ള എല്ലാ പ്രസൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം പ്രസൻറ്റേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. എനിക്കും പ്രസൻറ്റേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്നോടൊപ്പം പ്രിയ സുഹൃത്ത് ഗവേഷകയായിട്ടുള്ള ബിയോണ കൂടി ഉണ്ടായിരുന്നു. ബിയോണയുടെ മകളായിട്ടുള്ള ഐറക്വിൻ, ചുന്ദരിക്കുട്ടി. ഐറക്വിനുമായി വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സുഹൃത്തുക്കളായി. നമ്മൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. ഹായ് ഗൈസ്, നമ്മോടൊപ്പം ആരാണുള്ളത്? ഐറക്വിൻ, മിസ് ഐറക്വിൻ. നോക്ക് അങ്ങോട്ട് നോക്ക്. പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ബിയോണയും ഐറക്വിനും എന്നെ ഇടപ്പള്ളിയിലേക്ക് ഡ്രോപ്പ് ചെയ്തു. അവർ എന്നിട്ട് ലുലു മോളിലേക്ക് പോയി. ഇടപ്പള്ളിയിലെ സിറ്റി ഒക്കെ ഒന്ന് കുറച്ച് നേരം കണ്ടുകൊണ്ട് നിന്നു. അത് കഴിഞ്ഞ് ഞാൻ എറണാകുളം സൗത്തിലേക്ക് പോയി. അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് എറണാകുളം സൗത്തിൽ നിന്ന് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ഞാൻ പോയി.
എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് 10:45 എനിക്ക് പോകേണ്ട ബസ്. അത് മൂന്നാർ തിരുവനന്തപുരം മിന്നൽ എക്സ്പ്രസ്സാണ് ഞാൻ ബുക്ക് ചെയ്തത്. കാരണം ട്രെയിൻ ടിക്കറ്റ് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ KSRTC ബുക്ക് ചെയ്തു. ഇനിയും ഒത്തിരി സമയമുണ്ട്. അങ്ങനെ ഞാൻ ഇനിയുള്ള സമയം ഞാൻ KSRTC സ്റ്റാൻഡിൽ തന്നെ സ്പെൻഡ് ചെയ്തു. രാത്രി ഉള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം 2 മണിക്കൂറോളം എറണാകുളം ബസ് സ്റ്റാൻഡിൽ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് പോകേണ്ട മൂന്നാർ തിരുവനന്തപുരം മിന്നൽ എത്തി. ഞാനതിൽ കയറി എൻ്റെ റിസർവ്ഡ് സീറ്റിൽ ഇരുന്നു. സീറ്റ് പുഷ് ബാക്കായിരുന്നു. പുഷ് ബാക്ക് ആക്കിയതിന് ശേഷം ഞാൻ യാത്ര തുടർന്നു. ഏതാണ്ട് രാവിലെ 4 മണിയോടുകൂടി തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് ട്രിവാൻഡ്രം സെൻട്രലിൽ ചെന്നു. വേണാട് എക്സ്പ്രസ്സിൽ കയറി വർക്കലയ്ക്ക് ടിക്കറ്റ് എടുത്തു. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് സ്റ്റേഷനിൽ തന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി.